എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, പറയൂ, എന്താണ് അജണ്ട? തമിഴ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവർ വിജയിക്കട്ടെ. ഓക്കെ, വിജയിക്കട്ടെ. ഹെഡ്, ടെയില്. ടോസ് ഇട്ടതിൻ്റെ സന്തോഷമാണ്. ഫസ്റ്റ് വൺ തമിഴ് തന്നെ പിടിച്ചോട്ടോ. ഓ ആയിക്കോട്ടെ, പോന്നോ. തമിഴല്ല, മിറേജ് എന്തും പറയാം. മരീചിക, മലയാളത്തിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ. അതേ ഉള്ളൂ. ഓക്കെ, മിറാജ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉടനടി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് നമ്മുടെ ആസിഫ് അലിയുടെ ബർത്ത്ഡേ ദിവസം ഫെബ്രുവരി 4 ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരും എന്നുള്ളത് കേൾക്കുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാട്ടോ. ആസിഫ് അലി, അതായത് കൂമന് ശേഷം ജിത്തു ജോസഫും ആസിഫ് അലി ഒരുമിക്കുന്ന സിനിമ. അടുത്തത് ആട് 3. ഓക്കെ, ആട് 3നെ കുറിച്ച് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സിനിമയില് നമ്മളിപ്പം ടീസർ മറ്റേ എമ്പുരാന്റെ ടീസർ കണ്ടതിന് ശേഷമാണ് പറഞ്ഞത്. വരുന്ന സിനിമകളിലൊക്കെ ഒരുപാട് എന്താ പറയാ ടെക്നിക്കലിയും ഒരുപാട് സംഭവം ചെയ്തിട്ടുള്ള സിനിമകളാണ് വരുന്നത്, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആട് 3യിലും അതുപോലെ തന്നെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് വലിയ സിനിമയായിട്ടാണ് സാധനം വരും. പിന്നെ മറ്റൊന്നുണ്ട്, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോണർ ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇത് പക്ക ഒരു കോമഡി സിനിമയാണല്ലോ. ഇത് മാറിയിട്ട് മേ ബി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഏത് രീതിയിലാണെന്നല്ലോ, ഇനി അതല്ലെങ്കിൽ അത് ജോണർ വല്ല സോംബിയും ഒരുപാട് സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്. അതെ, അതായത് സോംബി, കോമഡി സോംബിയൊക്കെ ഭയങ്കര രസമായിരിക്കും. അതൊരു സത്യമായിട്ടോ. ഏത് രീതിയിൽ അത് കൊണ്ടുപോകണമെന്നും കൂടി ആയല്ലോ. നല്ല ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. എന്തായാലും ഉടനടി ഷൂട്ട് തുടങ്ങും. ഓക്കെ, ഡിസംബറിലാണ് സിനിമ റിലീസിന് എത്തുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 20. ഓക്കെ, പ്രിയാമണിയാണ് കേട്ടോ നായിക. അടുത്തത് പോരട്ടെ, നമ്മുടെ റംസാനില്ലേ, റംസാൻ ഇതിലൊരു പ്രധാന വേഷം ഉണ്ട് എന്നാണ് കേട്ടത്. ആൾക്ക് തെളിഞ്ഞു വരട്ടെ. അതെ, നല്ല തെളിഞ്ഞു വരട്ടെ. അടുത്തത് തേരെ ഇഷ്ക് മേം. ഓക്കെ, സിനിമയില് കൃതിസനൻ നായികയായിട്ട് എത്തുന്നു. യെസ്, ആള് ജോയിൻ ചെയ്തു. ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നവംബർ 28 സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. ആനന്ദ് എൽ റായ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. അടുത്ത കിഴി വിളയാട് മങ്കാത്ത 2. ദിസ് ഈസ് മൈ ഗെയിം. ഓക്കെ, മങ്കാത്ത 2 സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ വെങ്കട് പ്രഭു. സിനിമ, അതായത് എസ്കെനെ വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് വെങ്കട് പ്രഭു. ആ സിനിമയ്ക്ക് ശേഷം ഈ സിനിമ സംഭവിക്കാൻ സാധ്യത കാണുന്നു. വിളയാട് മങ്കാത്ത ഒരു 1.5 സാധനമായിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി. ഇത് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നല്ലത് ചീത്ത അളിഞ്ഞത് അതല്ലേ വേണ്ടത്. അത് മലയാളം മത്സരം വരുന്ന സമയത്ത് മാത്രം. എങ്ങനെയുണ്ട്? ഇതാണ് ജോണർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ. കിഴി ഷിഫ്റ്റ് ചെയ്യുക. എന്തോ പരിപാടികൾ എന്തൊക്കെയാണെന്നറിയോ? അതായത് തമിഴ് ഫിലിമിനെ പിടിച്ചിട്ട് മലയാളമാക്കും, എന്നിട്ട് മുണ്ട കുടിപ്പിച്ച് മടക്ക കുത്തിയിട്ട് എന്നിട്ട് ഡയലോഗ് പഠിപ്പിക്കുക. എന്താണെന്നറിയോ? എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയും, വേണ്ടി വന്നാൽ നല്ല തെറി പറയാനും അറിയാം. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക തമിഴ് സിനിമനെ പിടിച്ചിട്ടേ. ഗുഡ് ബാഡ് അഗ്ലി ഓക്കെ, സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഏപ്രിൽ 9 ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഏപ്രിൽ 10. പിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല, ഓടിപ്പിടിക്കും അല്ലേ? SSMB 29. ഓക്കെ, തെലുങ്കാണ്. SS രാജമൗലി, മഹേഷ് ബാബു ചിത്രം. അങ്ങനെ തന്നെ അങ്ങ് പറയാം. ഓക്കെ, നിന്റെ ആ പേടി പോട്ടെ. ഓക്കെ, എടാ നമുക്ക് വിഷമം തോന്നുന്നൊരു സാധനം കേട്ടോ അത്. ചിരിച്ചുകൊണ്ട് പറയുന്നില്ലേ, വിഷമം തോന്നുന്ന കാര്യം. ചിരി നമ്മുടെ സ്ഥിരം ഒരു സിഗ്നേച്ചറായി പോയി. ഓക്കെ, നമ്മുടെ പൃഥ്വിരാജ് ഇതിൽ വില്ലനായിട്ട് വരും, അല്ലെങ്കിൽ ഒരു വലിയ
കഥാപാത്രം ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കഥാപാത്രത്തിന് പകരം നമ്മുടെ ബോളിവുഡിൽ നിന്ന് ജോൺ അബ്രഹാമിനെ പരിഗണിക്കുന്നു എന്നുള്ളത് കേൾക്കുന്നു. കാസ്റ്റ് ചെയ്തു ഒക്കെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട്. അറിഞ്ഞൂടാ, അതൊരു കോപ്പില പരിപാടി നമ്മൾ ആഘോഷിക്കാനുള്ള എന്തായാലും ആഘോഷിക്കുക, അത് വേറെ കാര്യം. കാരണം എസ് രാജമൗലിയാണല്ലോ. പക്ഷേ പൃഥ്വിരാജ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒന്നുകൂടെ അയ്യോ. അടുത്തത് എമ്പുരാൻ സിനിമയുടെ പ്രമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് കിട്ടിയാലും റിയാക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. ഒരു കുറവും വരുത്തൂല. എന്ത് കിട്ടിയാലും ചെയ്യും. നമുക്ക് ആകെ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സാധനം കിട്ടും. എന്നിട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നടന്നാൽ നമുക്ക് മറ്റു ഇൻഡസ്ട്രിയിൽ വലുത് കൊണ്ടുപോയി വെക്കണ്ടേ? നമുക്ക് അവരുടെ നെറുകയിൽ പോയി നിൽക്കണ്ടേ? അറിയട്ടെ. എന്താ അത്ര ബുദ്ധിമുട്ട്? ശേ, എല്ലാരും ഒരുമിച്ചേക്ക് എന്നിട്ട് നമുക്ക് കൈ കൊടുത്ത് നിൽക്കാം, എന്നിട്ട് അങ്ങ് എൻജോയ് ചെയ്യാം അല്ലേ, ആഘോഷാക്കാം. അല്ല എന്താ RC16 നോക്ക്. അതിൻ്റെ ഇടയിലൂടെ രാം ചരൺ നായകനാവുന്ന 16ാമത്തെ സിനിമ. 16 സിനിമയായിട്ടുള്ളല്ലേ ഇതുവരെ? ഓക്കെ, എന്തായാലും 15 തികഞ്ഞേ, ഗെയിം ഓവർ. പക്ഷെ ഇത് നന്നാവും കരുതാം. എന്തായാലേ, ഞാൻ എന്തോ ഒരു ഫാൻ ബോയ് ആയിരുന്നു എന്നറിയോ. ഇപ്പൊ അതില്ലാന്നല്ല, പക്ഷെ അത് താഴേക്ക് വന്നു. പിന്നെ മലയാളികളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? അത് മഗധീരക്ക് ശേഷം അല്ലേ, അത്രത്തോളം നെഞ്ചിലേറ്റി ഉണ്ടാവും നമ്മുടെ രാംചരനെ. ഓക്കെ, എന്തായാലും RC16 അതിൻ്റെ നെക്സ്റ്റ് ഷെഡ്യൂള് ഇന്ന് തുടങ്ങും, അതായത് 29-ാം തീയതി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ രാംചരൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് പോരട്ടെ. എവിടുന്നോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അടുത്തത് വിജയ് ആന്റണി 25ാമത്തെ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പരാശക്തി. ഇത് രസമല്ലോ. അതായത് ഇത് മലയാളത്തിലായിട്ടുള്ള കേട്ടോ. പരാശക്തി, പരാശക്തി അമ്പടി. സിനിമക്കൊക്കെ വിടാനായോ നീ? ഓക്കെ, കിഴി അടിപൊളിയാ, അതിന് നിരാശ ഒന്നും വേണ്ട. പക്ഷെ തമിഴല്ല, അതിന്റെ നിരാശ നമ്മൾ ആദ്യം കാണിക്കണല്ലോ. ഓക്കെ, ഉണ്ണി മുകുന്ദൻ ലാലേട്ടൻ മൂവി. അതേതാ സിനിമ? അങ്ങനെ സിനിമ ഏതാണ്? എന്തോ ഒരു അപ്ഡേറ്റ് വരാനുണ്ട്. അതുണ്ട്, അതല്ല, വരാനിരിക്കുന്ന ഒരു സിനിമ ഉണ്ട്, ഒരു സ്പെഷ്യൽ സംഭവം, എന്തോ സംതിങ് ഫിഷി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു സ്കൂട്ടറിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ പഴയ രാജധാനി ഇല്ലേ, ആ സാധനം, അതിൻ്റെ നമ്പർ പ്ലേറ്റ് ML2255 എന്നുള്ളതാണ്. പിന്നെ ആൾ കൊടുത്തിരിക്കുന്നത് സംതിങ് സ്പെഷ്യൽ കമ്മിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സ്പെഷ്യലിൽ L വലുതാ. അപ്പോൾ ലാലേട്ടൻ്റെ എന്തോ സംഭവം ഉണ്ട്. പക്ഷേ ഇത് മാർക്കോ 2 എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടാടുന്നുണ്ട്. പക്ഷേ അതല്ലട്ടത്, ഇത് ഗെറ്റ് സെറ്റ് ബേബി സിനിമയുടെ എന്തോ ഒരു സംഭവമാണ്. ഒന്നെങ്കിൽ അതിൽ ലാലേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, കാമിയ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഓവറോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം മേ ബി, അല്ലെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. അതാണ് ഹാഷ്ടാഗ്, അതാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇനി അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി ആണ് കേട്ടോ. സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 21-ലേക്കാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അടുത്തത് വൃഷഭ. വൃഷഭ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്. ഓക്കെ, ഇത് കണ്ടപ്പം ഇത് മനസ്സിന്ന് പോയി. ഇത് കണ്ടപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ, നമ്മൾ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നതിനോട് ചെറിയൊരു യോജിപ്പൊക്കെ തോന്നി തുടങ്ങി. അതായത് ഇനിയിപ്പോ എമ്പുരാൻ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ വൻ ഹിറ്റ് ആയിക്കോട്ടെ, എന്നാൽ അതിനുശേഷം അടുത്ത ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഊള സിനിമ കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ കേട്ടോ, ഞാൻ പറഞ്ഞല്ലേ, കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു ലുക്ക് കണ്ടപ്പോ, ഞാൻ കണ്ടപ്പോ ഇതിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു അറിയാം? ഫസ്റ്റ് റിയാക്ഷൻ 8ാമതും പൊട്ടി എന്ന് പറഞ്ഞ സാധനമല്ലേ, അതായത് നമ്മുടെ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പറയുന്ന ഡയലോഗ്, അതാണ് ഫീൽ ചെയ്തത്. കാരണം എന്തൊരു കൂതറ വികാരുടെ ഈ വിഗ് വെച്ചത് ഒന്നുമില്ല, ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ചു. ഇത് നോക്ക്, എബ്രാം ഖുറേഷിനല്ലത്. ഇവിടുന്ന് മാത്രം ലോങ് എയർ എടുത്ത് കളഞ്ഞാൽ എബ്രാം ഖുറേഷിയായി. എന്താണ് അല്ലാത്ത സംഭവം തന്നെ. ഇനി കിരീടം വെച്ച് ഉള്ളിലോട്ട് ആക്കുന്നുണ്ടോന്ന് അറിയില്ല. അതിന് മുന്നേ ലൊക്കേഷൻ നല്ല എടുത്താണെന്ന് അറിയത്തില്ല കേട്ടോ. കിരീടം വെച്ച് അത് ശരിയാട്ടോ, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല.
അങ്ങനെ ആയിരിക്കട്ടെ മേ ബി. അങ്ങനെ ആവാനായിരിക്കും ചാൻസ്. മുടി അത് ഫുൾ ടൈം കാണുന്ന സമയത്ത് മൊത്തം കിരീടം ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഉള്ളില് വിഗിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് കറക്റ്റ് എബ്രാം ഖുറൈഷിയാ. ഇവിടുന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് എന്തിനാണെന്നുള്ളതാണ്. എന്തായാലും നോക്കാം. ഇത് എന്തായാലും ലൊക്കേഷൻ സ്റ്റൈലാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയും പ്രതീക്ഷിക്കാം. സംഭവം ഉണ്ടല്ലോ, കിരീടം വെച്ച് കഴിയുമ്പോൾ അതെ രാജാവായിട്ട് വരും. ബേസിൽ ജോസഫ് സൂര്യ മൂവി. സൂര്യയെ സൂപ്പർ ഹീറോ ആയിട്ട് അവതരിപ്പിക്കാൻ പോകുന്നു നമ്മുടെ ബേസിൽ ജോസഫ്. മലയാളത്തിലേക്ക് ആക്കണല്ലോ. തരാ. ഓക്കെ, ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് നിർമ്മാണ കമ്പനി മലയാളത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്താ കാര്യം, മലയാള സിനിമയുണ്ട്. മലയാള സിനിമയല്ല, പക്ഷെ മലയാളം കൂടി സംസാരിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ സിനിമ നിന്റെ കയ്യിൽ തരാം. എന്നിട്ട് നീ മേക്കപ്പ് മുണ്ടുപിടിപ്പിക്ക്, എന്നിട്ട് പറ മടക്കി കുത്താനും അറിയാം. ഞാൻ കൊണ്ടിരുന്ന സൂപ്പർ ഹീറോനെ ഞാൻ മുണ്ടുപിടിപ്പിച്ചിട്ട് തന്നെ കൊണ്ടുവരും. ഒരു രക്ഷ ഉണ്ടാവില്ല. മേ ബി ഇത് ബേസിലിനൊരു തോട്ടായിരിക്കാം. അത് കൊള്ളാട്ടോ. പിന്നെ അതാ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ആയിരിക്കും എന്നുള്ളത് ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു ടോക്ക് വരുന്നുണ്ട്. പറയുകയും ചെയ്തിട്ടുണ്ട് താൻ അഭിനയിക്കാത്ത സിനിമകളും. അത് ഇപ്പം അടുത്ത്, അതായത് ഡൊമിനിക്കിന്റെ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമ റിലീസ് ആയതിനു ശേഷം അടുത്ത ദിവസം അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ മൊത്തം മമ്മൂട്ടിയാണ് അതിൽ നായകൻ, അതല്ലാതെ വേറെ നായകനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുമോ? അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. അതിനു മുൻപേ ഞാൻ വേറെ ചെയ്യുമെന്നല്ലേ, ചെയ്യും, അത്രേ ഉള്ളൂ. ഓപ്പണായിട്ട് പറഞ്ഞാണെന്ന്. ഓക്കെ, മാത്രമല്ല ബേസിൽ ജോസഫും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിൽ അവരുടെ ഇരുപക്ഷം വളരെ മികച്ചതാണ്. അതിനേക്കാൾ അപ്പുറത്ത് സൂര്യയും ജ്യോതികയും പിന്നെ മമ്മൂക്കയും, അതായത് കാതൽ എന്ന സിനിമയിലൂടെ അവരങ്ങ് ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം മേ ബി സംഭവിക്കാൻ സാധ്യത കാണുന്നു. ചിലപ്പം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും സൂര്യാമന് വേണ്ടിയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. ജ്യോതിക ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് സാഹസം സിനിമയുടെ ടൈറ്റില് സാഹസം എന്നല്ലായിരുന്നു ആദ്യം, ബ്രോക്കോഡ് എന്നായിരുന്നു. അതെന്താ മാറ്റിയാവല്ലേ? എന്താ മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോക്കോഡ് ബിയറാണ്, അതിന്റെ വല്ല പ്രശ്നം കൊണ്ട് വേണമെന്ന് അറിഞ്ഞൂടാ. അത് ശരിയാ, ഈ കൊറോണ ജവാൻ പിന്നെ മാറ്റി കൊറോണ ദവാനാക്കിയിരുന്നു. അതുകൊണ്ട് അതൊരു ഒരു ലിക്വർ ബ്രാൻഡ് ആയതുകൊണ്ട് ചിലപ്പം അവര് വിഷയം ഉണ്ടാക്കുമായിരിക്കാം. അത് ദവാൻ കാണാത്ത പിന്നെ അത് മറ്റൊരു കാര്യം. ദവാന് ഇപ്പം അടുത്ത് മലയാളത്തിൽ നമ്മുടെ അമേസിങ്, റിയലി അമേസിങ്, അതിന്റെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ടീം പേടിച്ചിട്ടുണ്ടാവും, മലയാളം പഠിച്ച് വരുന്നുണ്ട് ദവാൻ. അപ്പൊ ദവാൻ കേസ് കൊടുക്കാത്ത നന്നായി എന്തായാലും. അപ്പൊ ഇത് അതേപോലെ മാറ്റിയതാണോന്ന് അറിഞ്ഞൂടാ. അതോ ഇനി കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള പേര് ഈ സാഹസം എന്നുള്ളതാണോ, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തായിരിക്കാം മേ ബി. ബ്രോക്കോഡ് അല്ലേ? ബ്രോക്കോഡ് അതിന് പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ് അത്? ആൽക്കഹോള് ഇത്ര ശതമാനം. അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കറിയില്ല. നീയാണല്ലോ പറഞ്ഞു തരേണ്ടത്. അറിയാൻ മേലാഞ്ഞിട്ടാ അല്ലേ? അറിയെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. ഇത്ര 15 16 അങ്ങനെ എത്രയും കണ്ട. അതല്ലേ, ഞാൻ ജാതകം നോക്കാറില്ല. എന്തിനത് പണ്ടുള്ള ആൾക്കാർ അപ്പം നിന്നാ പോരെ, കുഴിയിടേണ്ട ആവശ്യമുണ്ടോ? അത്രേ ഉള്ളൂ. മൂന്നുന്ന സമയത്ത് ഞാൻ ജാതകം തേടി പോകാറില്ല. ഇത് മൊത്തം ഞാൻ മ്യൂട്ടാക്കും. ഇത് മറ്റേത് ഇട്ടാ മതി, ബീപ് സൗണ്ട് അല്ലേ? അല്ല, അടിയിലും മറ്റേ സാധനം എഴുതിയാൽ മതി. സ്മോക്കിംഗ് ഇൻജൂറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സാധനം പോലെ ആൽക്കഹോൾ കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുക്കേണ്ടി വരും തോന്നണം എനിക്ക്. ഇത് നോക്കിയായിരുന്നോ? ഞാൻ മറന്നു വല്ലതിൻ്റെ അടിയിലൂടെ. ലാലട്ടൻ ഹൃദയപൂർവ്വം. എന്താ ലാലട്ടൻ വരുന്നതിന് നിനക്ക് നല്ല പ്രശ്നമുണ്ടോ? നമ്മുടെ മൊത്തല്ലടാ, ആ പാവാ മുഖത്തേക്ക് നോക്ക്. എനിക്ക് ആണോ അന്ന് ആ ആവേശത്തോടെ പറ. മറ്റേ ടീസർ ലോഞ്ചിന്റെ സമയത്ത് അത് തന്നെ എനിക്ക് അതേ പറഞ്ഞ നമ്മൾ രണ്ടും ഇത് ചർച്ച ചെയ്തിട്ടുള്ള സാധനമാണ്. ആണല്ലേ? അതുകൊണ്ട് തന്നെയാണ് നീ അതാ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടിയത്. കണ്ടോ, അതാണ് ഞങ്ങളുടെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ. അതെ, അന്ന് മൂപ്പര സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോണ്ടല്ലോ, ശരിക്കും ഒരു മനുഷ്യൻ. എന്തൊരു അത് ഞങ്ങൾ അന്നല്ലേ നമ്മൾ ആ ബാറോസിന്റെ ചെയ്തത്. അതെ അതെ, ബാറോസിന്റെ ട്രോള് ഞങ്ങൾ റിയാക്ഷൻ ചെയ്തിട്ട്
നമ്മൾ ഈ വേദനയോടെയാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ അവസ്ഥ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിനുശേഷമാണ് ഈ ടീസർ ലോഞ്ച്. ലാലേട്ടൻ്റെ മുഖം കണ്ടിട്ട് ആ മുത്ത് കേട്ടോ, എന്തൊരു പഞ്ചഭാവം മനുഷ്യൻ. അതായത് ഇത്രയും വലിയൊരു ദുരന്ത സിനിമയാണ് അപ്പുറത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇനി ആകെ പ്രതീക്ഷ നമുക്ക് ഉള്ളത് എമ്പുരാനിലാണ്. അതൊരു വലിയ സിനിമയായി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആ ഒരു നെഗറ്റീവ് ബ്ലാക്ക് മാർക്ക് ഒക്കെ അങ്ങ് മാഞ്ഞു പോകും. അപ്പൊ അതൊന്ന് സംഭവിക്കണേ എന്ന് നമ്മൾ ഉള്ളൊരിയാൾ പ്രാർത്ഥിച്ചു പോയിട്ടോ. സത്യമായിട്ടും ഇവിടെ നിൽക്കുന്നുണ്ടോ തന്നെ സത്യമായിട്ടും അവിടെ അടുത്തുണ്ടെന്ന് ഒരു ഉമ്മ കൊടുത്തേനെ പാവം. അതെ, പാവം പിടിച്ചു നിൽക്കുക. അത് ആർക്കും തോന്നിപ്പോകതേ സത്യമായിട്ടും. ഓ എന്തൊരു പഞ്ചഭാവ മനുഷ്യൻ. ഓ എന്തൊക്കെയാണെങ്കിലും നല്ലൊരു വിജയമാവട്ടെ സിനിമ. ഓക്കെ, ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. സിനിമ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. മാളവിക മോഹനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഐശ്വന് പകരം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കിടിയിലെ. എന്തായാലും സിനിമ പ്ലാൻ ചെയ്യുന്നത്, അതായത് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി 10. ഓക്കെ. അടുത്ത VD14. ആശ്വാസം. അപ്പൊ സമനില ദൂലെ എന്താ സിനിമയില് അമിതാഭ് ബച്ചന് ഒരു പ്രധാന റോളിലേക്ക് സംസാരിക്കുന്നുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. അമിതാഭ് ബച്ചനുമായിട്ട് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞുകൂടാ, കൺഫേം ആയിട്ടില്ല. VD14 വലിയ സിനിമ കേട്ടോ, പരിപാടിയാണല്ലേ. അത് എന്നാലും കാലഘട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. എന്താണെങ്കിലും സംസാരിക്കട്ടെ, വരട്ടെ. അതെ, നമുക്ക് ഒന്നത് കർണന് ശേഷം, കർണനല്ലല്ലോ മറ്റേ അശ്വത്ഥാത്മ, ഏതായിരുന്നു പടം? കൽക്കിക്ക് ശേഷം വീണ്ടും അമിതാഭ് ബച്ചൻ വരുവാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.